വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ജൂൺ മാസം 22-ാം തീയതി ഈ പ്രഭാത സമയത്ത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ആയിരിക്കാൻ കർത്താവ് തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് നാം അല്പസമയ ചിന്തയ്ക്കായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എൻ്റെ അപ്പനായ ദാവീദിൻ്റെ ശത്രുക്കളെ യഹോവ അവൻ്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം കേതുവായി തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിനൊരാലയം പണിവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ. ശലോമോൻ ഹീരാം എന്ന സോർ രാജാവിന് ഈ ദാവീദിന് പകരമായിട്ട് ആരെ രാജാവാക്കണം എന്നുള്ള വലിയൊരു മത്സരം അവിടെ ഉണ്ടായിരുന്നു. ആരായിരിക്കണം അടുത്ത രാജാവ്? ദാവീദിന്റെ കാലം സമീപിക്കുന്നു. ദാവീദ് പോയി കഴിഞ്ഞാൽ, മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ആരായിരിക്കണം അവിടുത്തെ എന്നുള്ള രാജാവ് ആയിരിക്കണമെന്നുള്ള വലിയൊരു തർക്കവും അല്ലെങ്കിൽ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളും ഉടലെടുത്തിരുന്നു ദാവീദ് ഗ്രഹത്തിൽ. ദൈവം അതിനെയെല്ലാം ക്രമപ്പെടുത്തി ശലോമോനെ അഭിഷേകം ചെയ്തു. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ അങ്ങനെയാണോ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പുരാതന സമയങ്ങളിൽ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിരുന്നു. അതുപോലെ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുമായിരുന്നു, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുമായിരുന്നു. അപ്പോൾ അഭിഷേകം ചെയ്ത് പ്രവാചക ശുശ്രൂഷയ്ക്കും അതുപോലെ പുരോഹിത ശുശ്രൂഷയ്ക്കും രാജകീയ ശുശ്രൂഷയ്ക്കൊക്കെ മാറ്റുന്ന പ്രത്യേക ശുശ്രൂഷയാണ് അഭിഷേകമായിരുന്നു. ഇവിടെ 5-ാം അധ്യായം പറയുന്നത് ശലോമോനെ അവൻ്റെ അപ്പന് പകരം രാജാവാക്കി അഭിഷേകം ചെയ്തുവെന്ന് സോർ രാജാവായ ഹീരാം കേട്ടിട്ട് ഭൃത്യന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. എന്ന് പറയുമ്പോൾ ഈ സോർ രാജാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബുദ്ധിയുള്ള രാജാവാണ് സോർ രാജാവ്. ബുദ്ധിമാന്മാരുള്ള സ്ഥലമാണ് സോർ. അതുകൊണ്ടാണ് സോർ രാജാവിനുള്ള ബന്ധത്തിൽ ഈ ബാബേൽ രാജാവിനുള്ള ബന്ധത്തിലൊക്കെ ജ്ഞാനത്തിൻ്റെ ഉള്ള ബന്ധത്തിൽ പിശാചിനെ തുലനം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സോർ രാജാവും ദാവീദുമായിട്ട് എല്ലായ്പ്പോഴും സ്നേഹിതരായിരുന്നാണ് പറയുന്നത്. ഒരുപാട് പേര് ശത്രുക്കളായപ്പോഴും ചിലരെ ദൈവം മിത്രങ്ങളാക്കി വെച്ചിരുന്നു. പക്ഷേ ഈ അഭിഷേകം പ്രാപിച്ച ദാവീദിന് മേൽ ദൈവീക അഭിഷേകവും ശുശ്രൂഷയും വന്നതോടുകൂടെ അവൻ്റെ ജീവിതത്തിൽ വന്ന നിരവധി പ്രയാസങ്ങളെ നേരിൽ അറിയാവുന്ന വ്യക്തിയാണ് ശലോമോൻ. നമ്മൾ വിചാരിക്കുന്നത് ശലോമോൻ രാജാവായി വെറുതെ രാജാവായെന്നല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലേ നമ്മളെങ്ങനെയാ ജീവിക്കുന്നതെന്ന്? അവർക്കറിയാം. അവർക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവർക്കറിയാം അവരെ നമ്മളെങ്ങനെയാണ് വളർത്തുന്നത്, എങ്ങനെയാണ് കൊണ്ടുവരുന്നത് അവർക്കറിയാം. ഈ ദാവീദിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ശലോമോൻ ജനിച്ചവന് ഓർമ്മ വെച്ച നാൾ മുതൽ അവൻ രാജാവായി അഭിഷേകം ചെയ്യുന്ന നാൾ വരെയുള്ള കാര്യങ്ങളെല്ലാം ശലോമോൻ അറിയാം. തൻ്റെ അപ്പൻ കടന്നുപോയ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, യുദ്ധങ്ങളെ, വിഷമതകളെ എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും വന്നവനാണ് ശലോമോൻ. അറിയാമായിരുന്നു എന്താണ് രാജാവായുള്ള പ്രയാസമെന്നും രാജ്യഭാരം ഏറ്റെടുത്താനുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും വീടിനകത്തു നിന്നും രാജ്യത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ശലോമോൻ അറിയാമായിരുന്നു. അല്ലാതെ രാജാവായിട്ട് നാളെ സിംഹാസനത്തിൽ കയറിയിരുന്ന് ചെങ്കോലും വെച്ച് വാഴാമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകത്തില്ല എന്ന് ശലോമോൻ അറിയാമായിരുന്നു. പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. അഭിഷേകം തലമേൽ വീണു കഴിഞ്ഞാൽ, അധികാരം വന്നു കഴിഞ്ഞാൽ, ദൈവം നിന്നെ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പോരാട്ടങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. കാരണം ശത്രുവിനറിയാം അവനെ ഒതുക്കിയില്ലെങ്കിൽ അവൻ്റെ രാജ്യം തകർന്നു പോകുമെന്ന്. ഇവിടെ പ്രധാനമായിട്ട് നാം കാണേണ്ടത് എന്തുകൊണ്ടാണ് ദാവീദിനെതിരെ ഇത്രമാത്രം ശത്രുക്കൾ എഴുന്നേറ്റത്? എന്താണ് അവൻ അകത്തും പുറത്തുമെല്ലാം ശത്രുക്കൾ ഉണ്ടാകാൻ കാരണം എന്തായിരുന്നു? അവൻ്റെ ഹൃദയത്തൊരു വാഞ്ച ഉണ്ടായിരുന്നു, ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ദൈവത്തൊരു ആലയം പണിയണമെന്ന്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം അത് ഇഷ്ടപ്പെടും.
ദൈവം പറയും എനിക്ക് ബോധിച്ചവനവൻ. അപ്പൊ അതുകൊണ്ട് ദൈവം ആ തലമുറയിൽ അവനെ അഭിഷേകം ചെയ്തു. രാത്രി പ്രത്യേകം ശ്രദ്ധിക്കണമേ, ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമുണ്ടാകുന്നത് സ്വർഗത്തിന് ഇഷ്ടമാണ്, ദൈവത്തിനത് താല്പര്യമാണ്. അങ്ങനെ ഒരുവന്റെ ഉള്ളിൽ താല്പര്യം തോന്നുമ്പോൾ സ്വർഗം പറയും എനിക്ക് ബോധിച്ചവനാണ് എൻ്റെ ഹിതം ചെയ്യുവാൻ. ആ കാലഘട്ടത്തിൽ എൻ്റെ ഹിതം ചെയ്യുവാൻ വേണ്ടി ഒരുവനെ ദൈവം നോക്കുമ്പോൾ, അവനെ കണ്ടെത്തുമ്പോൾ ദൈവം അവനിൽ പ്രസാദിച്ച് ദൈവം അവനെ അഭിഷേകം ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ദൈവം നോക്കുന്നുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിലും ദൈവം നോക്കുന്നത് ദൈവകാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ എല്ലാവരും ചിന്തിക്കുന്നതാ, സകല മനുഷ്യൻ ചിന്തിക്കുന്നതാ. നമ്മൾ മാത്രമല്ല, മൃഗങ്ങൾ പോലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ട്, കരുതുന്നില്ലേ, ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്. ലോകത്തിലുള്ള സകല മനുഷ്യരും അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവിടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ചിന്തിക്കുന്നവരാ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ചിന്ത വരുമ്പോൾ സ്വർഗം പറയും, ഇവനാണ് എൻ്റെ ഹൃദയത്തിന് ബോധിച്ചവൻ. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് ചില ഹൃദയങ്ങളോട് സംവാദിക്കുകയാണ്. എന്റെയും നിന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ദൈവം പറയും, നീയും ഒരു ജഡീകനാ, സാധാരണ ഒരു മനുഷ്യനാ, നീയും ഒരു ശൗലിനെ പോലെയുള്ളവനാ, അല്ലെങ്കിൽ മറ്റൊരുത്തനെ പോലെയാ, എനിക്കതിനകത്ത് പ്രസാദമില്ല. എന്നാൽ നേരെ മറിച്ച്, കർത്താവേ, അങ്ങേക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാകുകയാണെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിച്ച ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. അതുകൊണ്ടാണ് കർത്താവ് അവനെ അഭിഷേകം ചെയ്ത് ആ കാലഘട്ടത്തിൽ അവനെ വളർത്തിക്കൊണ്ടുവന്നത്. വളർന്നു വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു. അവന്റെ സ്വന്തം തെറ്റുകൊണ്ട് അവന്റെ കുടുംബത്തിനകത്ത് വിഷയമുണ്ടായി, പ്രശ്നമുണ്ടായി. ദൈവം ശത്രുത്വം കൊടുത്തു, വിഷയങ്ങളെ കൊടുത്തു. അവനെ ദൈവം കൈവിട്ടില്ല. അവിടെയെല്ലാം ദൈവം അവനെ പഠിപ്പിച്ചുകൊണ്ടിടയെ തീർന്നു. യുദ്ധങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഒരിക്കലും സ്വസ്ഥതയില്ലാത്ത, ഒരു ദിവസം പോലും ശരിക്കൊന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ദാവീദ്. എത്രയോ ദിവസങ്ങൾ വനാന്തരങ്ങളിൽ കടന്നു. ഏതായാലും അങ്ങനെ പോയപ്പോഴൊക്കെ നമുക്കതുകൊണ്ട് പ്രയോജനം കിട്ടി. അന്ന് ദാവീദ് അങ്ങനെ പോയത് കൊണ്ട് എത്ര പാട്ടെഴുതിയെന്നറിയാവോ? ഗുഹയിൽ പോയപ്പം പാട്ടെഴുതി, ഓരോ സ്ഥലത്ത് ചെന്നപ്പോൾ പാട്ടെഴുതി. അതെല്ലാം നമ്മൾ പാടുകയാണ് അല്ലെ. സംഗീതങ്ങളൊക്കെ വായിക്കുമ്പോൾ, പാടുമ്പോൾ, അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴെല്ലാം അവനതിനെ പാട്ടാക്കി മാറ്റി. അതെ, വിഷമതകളെ, അതാണ് കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ നീ അതിനെ ജലാശയമാക്കി മാറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നുപോയപ്പോഴും അവൻ ദൈവസന്നിധിയിൽ പാടുവാനിടയായിരുന്നു. അങ്ങനെ എഴുതപ്പെട്ട എത്രയോ സങ്കീർത്തനങ്ങൾ വായിച്ച് ഞാൻ നിങ്ങളും ആശ്വാസം പ്രാപിക്കാറുണ്ട്. നമുക്ക് പെട്ടെന്നൊരു വചനം നമുക്ക് വേഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് വെളിപ്പാടോസല്ല എല്ലാവരും നോക്കത്തില്ല. നമ്മൾ ആദ്യം നോക്കുന്നത് സങ്കീർത്തനമാണ്. കാരണം 150 സങ്കീർത്തന ബുക്കുകളുണ്ട്. അതിൻ്റെ അകത്ത് വേഗത്തിൽ ഒരു വാക്യം എടുക്കാൻ സാധിക്കും. ഞാൻ രാവിലെ ഒരു വാക്യം പറയാനായിട്ട് വളരെ തിരക്കാണെങ്കിൽ പെട്ടെന്ന് ഞാൻ സങ്കീർത്തനം എടുത്ത് നോക്കുന്നത്. കാരണം അതിനൊരു വാക്യം പെട്ടെന്ന് കിട്ടും. പക്ഷേ മറ്റൊരു സ്ഥലത്തുനിന്ന് ഒരു വാക്യം എടുക്കണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി സമയം എടുക്കും. പക്ഷേ വേഗത്തിലൊരു വാക്യം എടുക്കണമെങ്കിൽ, എൻ്റെ അനുഭവം ഞാൻ പറയുന്നു കേട്ടോ, വെറുതെ രാവിലെ ഒരു വാക്യം പറയണമെങ്കിൽ ഞാൻ വളരെ തിരക്കാണെങ്കിൽ, അപ്പം ഞങ്ങൾക്ക് ഇനി മനസ്സിലാകും സങ്കീർത്തനം പറയുമ്പോൾ ഇദ്ദേഹം തിരക്കാണെന്ന് മനസ്സിലാകും. കാരണം പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഒരു വാക്യം നമുക്ക് എത്ര പെട്ടെന്ന് സങ്കീർത്തനം പറയാൻ പറ്റും. എന്നാൽ മറ്റൊരു വാക്യം എടുക്കണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. നമ്മൾ വായിച്ച് അതൊന്ന് മനസ്സിലാക്കിയത് നേരത്തെ പറഞ്ഞിട്ടാണെന്നൊക്കെ നമ്മൾ നോക്കി വേണം ഇടാനായിട്ട്. ഞാൻ പറഞ്ഞത്, അപ്പം ഈ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അവന്റെ വിഷമതകളുമായി അത് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അത് വിടിവിൽ നൽകുന്ന ആശ്വാസത്തിന്റെ വാക്കുകളായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുവാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ സഭകളിൽ സങ്കീർത്തനം വായിക്കണം. നമ്മുടെ കല്യാണ ശുശ്രൂഷകൾ സങ്കീർത്തനം വായിക്കണം. നമ്മുടെ ഭവന പ്രതിഷ്ഠകളിൽ നാം എവിടെയെല്ലാം അനുവർത്തിച്ച് വന്നിട്ടുണ്ടോ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സങ്കീർത്തനം മാറ്റി ഓരോരുത്തരും സങ്കീർത്തനം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം മാറ്റി എല്ലാവരും സങ്കീർത്തനം മാറ്റി സങ്കീർത്തനം വേണ്ടെന്നൊക്കെ, സങ്കീർത്തനം വേണം കേട്ടോ, ദാവീദ് എഴുതിയതായുണ്ട്, ശലോമോൻ എഴുതിയതായതുകൊണ്ട്, ഭക്തന്മാർ എഴുതിയുണ്ട്, ആ സങ്കീർത്തനത്തൊക്കെ വിലയുണ്ട്. അതിൻ്റെ അകത്തൊക്കെ വലിയ ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. അഭിഷേകം പ്രാപിച്ചവൻ അവൻ വളരെ വിഷയങ്ങൾ വന്നപ്പോൾ ഓടി നടക്കേണ്ടി വന്നു. ഞാൻ പറയട്ടെ, അവനും സാധാരണ ഒരു ചിന്താഗതിക്കാരനായി
എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി കഴിയാനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ, ഗോലിയാത്തിന് മുമ്പിൽ ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ അവനിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദൈവനാമത്തിന് വേണ്ടി നിൽക്കണം, ദൈവനാമം നിന്ദിക്കപ്പെടരുത് എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഇറങ്ങുവാൻ ഇടയാത്തുന്നു. പ്രിയപ്പെട്ടവരെ, ആ ആഗ്രഹത്തെയാണ് അവൻ്റെ മേൽ അഭിഷേകം വീഴുവാനും അവൻ്റെ മേൽ രാജകിരീടം വയ്ക്കുവാനും ഇടയാത്തുന്നത് അവൻ്റെ ആഗ്രഹത്തെയായിരുന്നു. അപ്പോൾ ഈ ശലോമോൻ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി വന്ന ബുദ്ധിമാനായിരുന്നു. രാജഭാരം ഏറ്റെടുത്തപ്പോൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ആരൊക്കെയാണ് ശക്തിക്കൊണ്ടായിരുന്നത് അവരെല്ലാം ദാവീദ് പറഞ്ഞു കൊടുത്തു. ഇന്ന ആൾക്കാരെയൊക്കെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. അല്ലാതെ ഒന്നും പറഞ്ഞു കൊടുക്കാതല്ല ദാവീദ് മരിച്ചത്. തൻ്റെ മകനോട് പറഞ്ഞു, നീ ഇന്ന ആൾക്കാരെയൊക്കെ സൂക്ഷിച്ചോണം, ഇവരൊക്കെ ഇന്നതൊക്കെ ചെയ്തതാ, അതുകൊണ്ട് നീ അത് സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കണ്ണടച്ചത്. നമ്മൾ ദാവീദിന്റെ അന്ത്യകാലത്തെക്കുറിച്ച് നോക്കിയാൽ മതി, വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ദാവീദ് അറിയാമായിരുന്നു ഇവരൊക്കെ വീണ്ടും ഇവനെതിരായി തീരാം. അതുകൊണ്ട് ഇവന്റെ സിംഹാസനം ഉറയ്ക്കണമെങ്കിൽ ചിലതൊക്കെ ഉണ്ട്, പ്രതിയോഗികളായിട്ടുണ്ട്, അത് വിഘ്നങ്ങളായിട്ട് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്. അതുണ്ടെങ്കിൽ തൻ്റെ മകനും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് ദാവീദ് മുന്നറിയിപ്പ് കൊടുത്തു. യോവാബിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ അവനെ ശപിച്ച വ്യക്തിയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പലരെയും ദാവീദ് പേരെടുത്ത് പറഞ്ഞു, ഇന്ന ആൾക്കാരെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? മറ്റൊന്നിനു വേണ്ടി ആയിരുന്നില്ല. തൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടായിരുന്നത്, അത് പണിതുയർത്തണമെങ്കിൽ സ്വസ്ഥതയും സമാധാനമുള്ളൊരു കാലഘട്ടം വരണം. അപ്പം അതുകൊണ്ടാണ് ദാവീദ് മുന്നമേ തൻ്റെ മകനോട് പറഞ്ഞു കൊടുത്തത്, ഇന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളായി തീരും, നിനക്ക് പ്രശ്നം തീർക്കാനേ സമയം ഉണ്ടാകുകയുള്ളൂ, നിനക്കൊരിക്കലും ഞാൻ പറഞ്ഞിരിക്കുന്ന ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ആ ആലയം പണിയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന ആൾക്കാരെ സൂക്ഷിച്ചോണം, അവര് ഇന്ന കാര്യങ്ങൾ എനിക്കെതിരായി ചെയ്തവരാണ്, പക്ഷേ ഞാൻ എൻ്റെ ജീവിതകാലത്ത് അവരെ ഒന്നും ഞാൻ ചെയ്യത്തില്ല. കാരണം എനിക്കതിന് ചില നിബന്ധനകളുണ്ട്, ചില തടസ്സങ്ങളുണ്ട്. പക്ഷേ നീ സൂക്ഷിച്ചോണം, നീ ബുദ്ധിമാനാണെന്ന് പറഞ്ഞിട്ടാണ് ദാവീദ് കണ്ണടച്ചത്. കാരണം അവരുണ്ടെങ്കിൽ ഈ ശലോമോനും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ദാവീദ് അറിഞ്ഞിരുന്നു. ഇതിനെല്ലാം കാരണം മറ്റൊന്നുമല്ല, ഈ ദാവീദിന് കിട്ടിയിരുന്നായ ആ ദൗത്യം തൻ്റെ മകനെ ഫലമേൽപ്പിച്ചത് മറ്റൊന്നുമല്ല. ദാവീദ് അവനോട് പറഞ്ഞില്ല, നീ ഇങ്ങനെ എല്ലാം നിന്റെ ജീവിതത്തിൽ കൂട്ടി വെച്ചോണമെന്നല്ല പറഞ്ഞത്. ഏറ്റവും അധികമായി തൻ്റെ മകനെ ഫലമേൽപ്പിച്ചത് ദൈവത്തിൻ്റെ ആലയം പണിയണം എന്നുള്ള സന്ദേശമാണ് അവന് കൈമാറിയത്. അതിൻ്റെ മാർഗരേഖകളും അതിൻ്റെ മാതൃകകളും ഒക്കെ ദൈവം ദാവീദിന് കൊടുത്തിരുന്നു. എങ്ങനെ പണിയണം, എന്തായിരിക്കേണ്ട മാതൃക എന്നൊക്കെയുള്ളത് ദൈവം അവന് ദർശനത്തിലൂടെ കൊടുത്തിരുന്നു. അപ്പോൾ എങ്ങനെ സമാഗമന കൂടാരം പണിയണം, പെട്ടകം എങ്ങനെ പണിയണം എന്നൊക്കെയുള്ള ആലോചന മോശയ്ക്ക് ദൈവം കൊടുത്തെങ്കിൽ, എങ്ങനെ യെരൂശലേം ദേവാലയം പണിയണം എന്നുള്ള ആലോചനയും അതിന്റെ മാതൃകയും ദൈവം കൈമാറിയത് അഭിഷിക്തനായിരിക്കുന്ന ദാവീദിനോടാണ് ദൈവം അറിയിച്ചു കൊടുത്തത്. അതുകൊണ്ട് അതെല്ലാം കൈമാറി അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയ ശേഷം ദാവീദ് ഈ ലോകം വെടിഞ്ഞു എന്നുള്ളത് ശലോമോൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ ആദ്യമായി തന്നെ അതിനോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അവൻ മനസ്സിലായി, ഇത് ചെയ്യണമെങ്കിൽ ബുദ്ധിമാനായിരിക്കുന്ന ഹീരാമുമായിട്ട് ബന്ധപ്പെടണം. അതുകൊണ്ടാണ് ഈ ഹീരാം രാജാവുമായിട്ട് ഇവൻ ബന്ധപ്പെട്ട് അവനുമായിട്ട് കൂട്ടുകൂടുന്നതായിട്ട് നമുക്ക് കാണുന്നത്. കാരണം ദാവീദിന്റെ സ്നേഹിതൻ എല്ലായ്പ്പോഴും ദാവീദിന്റെ സ്നേഹിതനായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്നേഹിതന്മാർ വളരെ കുറവാണ്. ചിലപ്പോൾ ചില സമയങ്ങളിൽ സ്നേഹിതന്മാരൊക്കെ ആയിരിക്കും, ചില സമയങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ സ്നേഹിതന്മാരാകും. എല്ലായ്പ്പോഴും സ്നേഹിതനാകുക എന്നുള്ളത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ സദൃശവാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, യഥാർത്ഥ സ്നേഹിതൻ അവൻ്റെ ആപത്കാലത്ത് സഹോദരനായി തീർന്നാണ് വയ്ക്കുന്നത്. സഹോദരനായി തീരും. നല്ലൊരു പ്രതിസന്ധി വരുമ്പോൾ സഹോദരന്മാർ കാണത്തില്ലായിരിക്കും, പക്ഷേ ആത്മാർത്ഥമായ സ്നേഹിതൻ അവനവിടെ സഹോദരനായി തീരുവാൻ കഴിയാത്തത്. നമുക്കതിന് നിരവധി ഉപമകൾ, കാര്യങ്ങൾ കർത്താവ് വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് സ്നേഹിതൻ എന്നൊക്കെ ചോദിച്ചു വന്നപ്പോൾ ദൈവം അത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ദാവീദിന്റെ സ്നേഹിതനായിരുന്ന ഹീരാം ഒരിക്കലും ചതിക്കയില്ല എന്നുള്ള കാഴ്ചപ്പാട് ശലോമോനുണ്ടായിരുന്നു. അപ്പൊ എന്നും സ്നേഹിതനാണെങ്കിൽ അവൻ വിട്ടിട്ട് പോകുന്നവനല്ല, ചതിക്കത്തില്ല. വല്ലപ്പോഴും ഒക്കെ സ്നേഹിതനാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പഠിച്ചോണം. ഈ ശലോമോന് മനസ്സിലായി, ഹീരാമിനെ ഇതിനെ ആയിട്ട് ബന്ധപ്പെടുത്താം. വലിയൊരു ദൗത്യം ഏറ്റെടുത്തപ്പോൾ
അവൻ ആരുമായി അത് ആശയസമ്പർക്കം ചെയ്യണം നോക്കിയപ്പോൾ ഇസ്രായേലുള്ള ഒരുതിനെ കണ്ടുപിടിച്ചില്ല. അവന് രാജ്യത്തുള്ള ഒരാളോട് ചോദിച്ചില്ല. അവൻ ചോദിച്ചത് സോർ രാജാവായിരിക്കുന്ന, അന്യരാജാവായിരിക്കുന്ന ദാവീദിന്റെ സ്നേഹിതനായിരുന്ന അവനോടാണ് എന്ത് ചെയ്തത്, കൂട്ടുപിടിച്ചത്. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാ ഈ ശലോമോൻ അവിടെ മറ്റാരോട് ചോദിക്കാഞ്ഞത്, എന്തുകൊണ്ടാ ഒരു കൂട്ടുപിടിക്കാൻ ചോദിച്ചപ്പോൾ ഇത് അന്യ രാജാവാണെങ്കിലും എപ്പോഴും അഭിഷിക്തനായിരുന്ന ദാവീദിന് സ്നേഹിതനായിരുന്ന ഈ ഹീരാമിനെ മറക്കാൻ ശലോമോന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവനുമായിട്ടുള്ള ബന്ധം തുടർന്നു പോകുവാൻ കഴിയാത്തതെന്ന്. ഹീരാമിന്റെ അടുക്കൽ അവനെ അയച്ചു, സ്നേഹിതനായിരുന്നവനെ അയച്ചു. ശലോമോൻ ഹീരാമിന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചെന്നാൽ, എന്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം കേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ ആലയം പണിവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നു. അവൾ പറഞ്ഞു, എൻ്റെ അപ്പന്റെ ഗ്രഹത്തിന് ആഗ്രഹം നിനക്ക് അറിയാമായിരുന്നല്ലോ, നിന്നോട് സംസാരിച്ചിട്ടില്ലേ? സ്നേഹിതനോട് ഉള്ളു തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഹീരാമിനെ കാണുമ്പോൾ അവനുമായിട്ട് സമ്പർക്കം നടത്തുമ്പോൾ ഈ ദാവീദിന്റെ ഗ്രഹത്തിൽ ആഗ്രഹം പറയുമായിരുന്നു, എനിക്കെൻ്റെ ദൈവത്തിനൊരാലയം പണിയണമെന്ന്. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവിക അഭിഷേകവും ദൈവിക ബോധ്യവും ദൈവത്തിൻ്റെ ഉദ്ദേശവുമാ നമ്മളിലുണ്ടെങ്കിൽ അവൻ അതിനുള്ള സാഹചര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നവരോട് അവൻ്റെ ആഗ്രഹത്തെ അറിയിക്കുമായിരുന്നു. എന്താ പറഞ്ഞത്? നീ അറിയുന്നുവല്ലോ, എൻ്റെ അപ്പൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാലയം പണിയുവാൻ അവന് ആഗ്രഹമുണ്ടെന്ന്. പക്ഷെ അവനെ കൊണ്ടത് ചെയ്യണ്ട, അവൻ്റെ സമയത്ത് നടക്കത്തില്ല. കാരണം ഇതിന് വാനം മാന്തി അടിസ്ഥാനം വിടുമ്പോഴായിരിക്കും പെരസ്യൻ കാവളം ഊതിക്കൊണ്ടുവരുന്നത്. അത് കഴിയുമ്പോഴായിരിക്കും മറ്റൊരുത്തൻ എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ അവന് ചുറ്റുമുള്ള എല്ലാവരും ശത്രുക്കളായി കനാനി രാജാക്കന്മാരും പലസ്തീനും മറ്റുള്ള എല്ലാ രാജ്യക്കാരും അവനെതിരായി നിൽക്കുമ്പോൾ ഇവനിവിടെ ഒരു കല്ലിന്മേൽ കല്ല് വെക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സമാധാനമുണ്ടെങ്കിലേ ആലയത്തിന്റെ പണി നടക്കത്തുള്ളൂ. അതുകൊണ്ട് ആ സമയം അവൻ ആലയം പണിയാൻ കഴിഞ്ഞില്ല. വേഗത്തിൽ ഈ കൊട്ടാരം പണിതെടുക്കാം, പക്ഷേ ആലയം അങ്ങനെ പണിയാൻ കഴിയത്തില്ല. അവൻ ദാവീദ് കൊട്ടാരം പണിതിരുന്നു, ശലോമോനും കൊട്ടാരം പണിതു. പക്ഷേ ആലയം പണിയണമെങ്കിൽ, ദൈവത്തിൻ്റെ വാസസ്ഥലം പണിയണമെങ്കിൽ അത് ശത്രു സമ്മതിക്കത്തില്ല. രാത്രിയിൽ ദൂത് മനസ്സാക്കിക്കൊള്ളുക, നമുക്ക് വേണമെങ്കിൽ വീട് പണിയാം, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്തും പണിതെടുക്കാം. പക്ഷേ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് കടുത്ത പോരാട്ടമുണ്ടായിരിക്കും. അത് സമ്മതിക്കാതെ പൈശാചികൻ എപ്പോഴും വെല്ലുവിളിക്കും. അത് പൂർത്തീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ മുഴുബലത്തോടുകൂടെ പ്രവർത്തിക്കും എന്നാണ് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ദാവീദ് കൊട്ടാരം പണിതല്ലോ, ശലോമോൻ കൊട്ടാരം പണിതു. പക്ഷേ എല്ലാ രാജാക്കന്മാരും വേണമെങ്കിൽ, അതിന് മുമ്പുള്ള ന്യായാധിപന്മാരൊക്കെ വേണമെങ്കിൽ പലതും അവർ കൊട്ടാരങ്ങളൊക്കെ വേണമെങ്കിൽ പണിതിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആലയം പണിയുവാൻ അതുപോലെ കഴിയത്തില്ല. കാരണം അതിനെതിരായിട്ടുള്ള ശത്രു നിൽക്കും. അപ്പോൾ എപ്പോഴാണ് ആലയം പണിയെന്ന് ചോദിച്ചാൽ അത് വളരെ വ്യക്തമായി ദൈവം പറഞ്ഞിരിക്കുന്നു. ഞാൻ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള ശത്രുക്കളുടെ ചുറ്റുമുള്ള യുദ്ധം കേതുവായി തന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ശത്രുക്കളെ കാൽ കീഴാക്കിയിട്ടാണ് ദൈവം സ്വസ്ഥത കൊടുത്തിട്ടാണ് ശലോമോൻ മനോഹരമായ ഒരാലയം പണിതെങ്കിൽ രാത്രി മറ്റൊരാലയം പണിതതിനെ കുറിച്ചാണ് രാത്രി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പഴയ നിയമത്തിൽ യുദ്ധങ്ങളുണ്ടായിരുന്നു. ദൈവം ഭൂമിയുടെ മധ്യഭാഗത്ത് ദൈവത്തിന്റെ നിവാസമായി തീരുവാൻ വേണ്ടി ദൈവം യെരൂശലേം എന്ന സ്ഥലത്തൊരു ദൈവത്തിന്റെ ആലയം പണിയുവാൻ വേണ്ടി ദൈവനുള്ള വഴികളെയൊക്കെ തുറന്നു കൊടുത്ത് ആ രാജ്യത്തെ ഏറ്റവും പ്രഖ്യാപിതമായ പ്രശസ്തമായ രാജ്യമാക്കി മാറ്റി. അവിടെ ഏറ്റവും അതിപ്രധാനമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ആലയം പണിയുവാൻ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദിന് ദൈവം ആഗ്രഹം കൊടുത്തു. ആ ആഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ അവന്റെ മകനായിരിക്കുന്ന ശലോമോൻ അത് പണിയുവാൻ തുടങ്ങുവാൻ ദൈവം ആരംഭിച്ചപ്പോൾ അതിനു മുമ്പായി അവന് വേണ്ടി സകല ശത്രുക്കളെയും കാൽക്കീഴാക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആലയം പണിയണമെങ്കിൽ, അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ
അതിന്റെ പണി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ശത്രുക്കൾ യഹോവയുടെ കാൽ കീഴാകണം. യഹോവയുടെ കാൽ കീഴാകണം. അങ്ങനെ ദൈവത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവവചനത്തിന്റെ വചനം പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യത്തില്ല, ജയിക്കയില്ല എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞത് സഭയാണ്. സഭ, തൻ്റെ സഭ, ശരീരമാകുന്ന സഭയെ കുറിച്ച് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് എന്ത് ചെയ്യത്തില്ല, ജയിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. നമുക്കറിയാം, യെരൂശലേം ദേവാലയം പണിത ശേഷം നശിപ്പിക്കപ്പെട്ടു, രണ്ടാമത്തെ ആലയം പണിയപ്പെട്ടു. അങ്ങനെ യെരൂശലേമിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അവസാനമായി യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിന്റെ ആലയം, നിവാസമായ ആലയം പണിയുവാൻ, അവന്റെ ശരീരമാകുന്ന സഭ പണിയുവാൻ യേശു ലോകത്തിൽ വന്നിട്ട് പ്രഖ്യാപിച്ചു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആ പണി ഈ ഭൂമിയിൽ ആരംഭിപ്പാനിടയായിരുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ദൈവത്തിന് നിത്യനിവാസമാകേണ്ട ഒരാലയം പണിയണം. ജീവനുള്ള കല്ലുകൾ കൊണ്ട് ദൈവം പണിതെടുക്കാൻ ഉദ്ദേശിക്കുന്ന ദൈവസഭയാകുന്നവന്റെ ശരീരം കൊണ്ട് പിതാവാം ദൈവത്തിന്റെ മന്ദിരമായി തീരേണ്ടതിനെ പണിതെടുക്കാൻ വേണ്ടിയാണ് നസറയൻ ലോകത്തിൽ ഉദയം ചെയ്തത്. അവൻ ലോകത്തിൽ വന്നത്, ഈ ലോകത്തിൽ വന്നത് പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടിയാ. അവൻ മുഖാന്തരമായി ജീവനുള്ള കല്ലുകൾ ഈ ഭൂമിയിൽ നിന്ന് വെട്ടിയെടുക്കാൻ വേണ്ടി ദൈവം ഈ ലോകത്ത് വരുവാനിടയാത്തത്. നമുക്ക് യിരെമ്യാവിന്റെ പ്രവചനത്തെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഈ കയ്യിലിരിക്കുന്ന പാത്രം ആ കുശവന്റെ കയ്യിൽ ചീത്തയായി പോയി എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. എന്നെ വായിച്ചപ്പോൾ എനിക്കത് വളരെ എന്നെ ടച്ച് ചെയ്തു. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന പാത്രം ചീത്തയായി പോയെന്ന്. ദൈവത്തെ കയ്യിലിരിക്കുന്ന പാത്രം കുശവന നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ചീത്തയായി പോയി. അപ്പോൾ അത് ആ കുശവൻ തന്നെ അതിനെ എന്ത് ചെയ്തു, ഒരു മാനപാത്രമാക്കി തീർത്തു. ദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവ് മനുഷ്യനെ മണ്ണുകൊണ്ട് പണിതു. അവന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെയാണ് ആദമും ഹവ്വയും ചീത്തയായി പോയത്. ദൈവം അതിനെ ഉടച്ചു വാർത്തു. ലോകാരംഭത്തിൽ ഉടച്ചു വാർത്തു. അതിനെ ഉടച്ചു വാർത്ത സന്ദർഭമാണ് ലോകാരംഭം. ദൈവം പണിതുകൊണ്ടിരുന്ന മനുഷ്യൻ പൂർത്തീകരണം ചെയ്തിരുന്നില്ല. അവനെ ദൈവം മെനഞ്ഞെടുത്ത് മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത് കുശവൻ അവനെ എപ്പോഴും അവന്റെ കരങ്ങളിൽ മിനുക്കി പണിത്. ഓരോ ദിവസവും ആദവും ഹവ്വയും ദൈവത്തിന്റെ കയ്യിലായിരുന്നു. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് അവന്റെ കയ്യിൽ അത് ചീത്തയായി പോയപ്പോൾ അതിനെ എറിഞ്ഞു കളയുകയല്ല ചെയ്തത്, ദൈവം അതിനെ എന്ത് ചെയ്തു, മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനിടയായിരുന്നു. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ചീത്തയായി പോയ മനുഷ്യവംശത്തെ ദൈവം എന്നേക്കുമായി തള്ളിക്കളയാതെ, ദൂതവംശത്തെ കളഞ്ഞതുപോലെ തള്ളിക്കളയാതെ, ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞ മനുഷ്യനെ ദൈവം അവന്റെ ഇഷ്ടമുള്ളത്, അവന്റെ ഹൃദയത്തിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അതനുസരിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയ ആദമും ഹവ്വയും അവന്റെ കയ്യിൽ ചീത്തയായി പോയപ്പോൾ അതിനെ എറിഞ്ഞു കളയാതെ അവനതിനെ മറ്റൊരു മാനപാത്രമാക്കി എടുക്കുവാൻ വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമുള്ളത് ഈ മൺപൊടിയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ദൈവം നോക്കിയപ്പോൾ ആ മണ്ണ് കുഴച്ചെടുക്കുന്നത് വെള്ളം കൊണ്ടായിരിക്കാൻ പാടില്ല. അത് കുഴച്ചെടുക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഈ കർത്താവ് എങ്ങനെയാണോ ആദ്യം മനുഷ്യനെ മെനഞ്ഞെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ഇത് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, മറ്റൊരു പാത്രമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി സ്വർഗം പദ്ധതിയെടുത്തപ്പോൾ തൻ്റെ പുത്രന്റെ രക്തമൊഴിച്ചാണ് ഈ പുതിയ പാത്രമാകുന്ന ദൈവസഭയെ മെനഞ്ഞെടുക്കാൻ വേണ്ടി ഈ കർത്താവ് കുഴച്ചിരിക്കുന്നത്. അവന്റെ രക്തം കൊണ്ടായിരിക്കുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആ രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചിട്ട് പറയുകയാണ്, അതുകൊണ്ട് നമ്മെ ചീത്തയായി പോയ നമ്മെ നന്നാക്കി എടുക്കാൻ വേണ്ടി, മറ്റൊരു മാനപാത്രമാക്കി മാറ്റുവാൻ വേണ്ടി, ദൈവത്തിന് നിവാസമാക്കി മാറ്റാൻ വേണ്ടി, ദൈവത്തിന് മന്ദിരമാക്കി മാറ്റാൻ വേണ്ടി, ദൈവത്തിന് ജീവനുള്ള കല്ലുകളാക്കി തീർക്കാൻ വേണ്ടി കുഞ്ഞാടിന്റെ രക്തമൊഴിച്ചാണ് നമ്മെ ശുദ്ധീകരിച്ച് ചീത്തയായി പോയ മനുഷ്യനെ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ടാണ് പുതിയത് പണിയുവാട്ടത്. അതുകൊണ്ട് കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞു.
അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ തെറ്റിപ്പോയി, ആദ്യത്തെ മനുഷ്യൻ ചീത്തയായി പോയി. എന്നാൽ ആ മനുഷ്യനെ, ആ മണ്ണിനെ ദൈവം ചവിട്ടിക്കുഴച്ച് വീണ്ടും ഒരു പാത്രമാക്കി എടുക്കുവാൻ അവന്റെ കരങ്ങളിൽ ഉപയോഗിച്ചപ്പോൾ അതിന്മേൽ ഒരു ശക്തി പകർന്നിരുന്നു. അത് നസ്രയന്റെ ജീവന്റെ ശക്തിയാ. ഇന്ന് രാത്രി ആ ജീവന്റെ ശക്തി, രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന മൺപാത്രങ്ങൾ ഈ ദിവസങ്ങളിൽ ആത്തുല്ലസിക്കാൻ പോകുക, മാനപാത്രങ്ങളായി തീരാൻ പോകുക. ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാനപാത്രങ്ങളെ ദൈവം മെനഞ്ഞെടുക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ യുഗം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല എന്ന്. ഈ യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ. ദൈവജനമേ, യുദ്ധം തീർന്നിട്ടില്ല. ഇതിനൊരു സമയമുണ്ട് പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി. ഈ ദൈവത്തിന്റെ ആലയം പുതിയ യെരൂശലേമിലേക്ക് ഇറങ്ങി വരുന്നത് വരെയും എത്രയോ ഇനിയും സംഭവങ്ങൾ നടക്കാനുണ്ട്. ഒരൊറ്റ കാര്യം മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് ദൈവത്തിന്റെ സഭയെ കർത്താവിടെ പണിതു. പക്ഷെ അതിനെ തികവുള്ളതാക്കി ദൈവം തീർത്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓരോ വ്യക്തികളെ ദൈവം തീർത്തെടുക്കുന്നാൽ ഇതെല്ലാം പൂർത്തീകരിച്ച് സകലവും അതിന്റെ സമാപ്തിയിലേക്ക് എത്തുമെന്ന് ദൈവവചനം വളരെ വ്യക്തം നൽകുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതേക്കുറിച്ച് കാര്യമായി പറഞ്ഞിരിക്കുന്ന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ് എന്നാണ് ദൈവം തന്റെ പ്രവൃത്തി മുഴുവൻ തേക്കുന്നതെന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കൊരിന്ത്യ ലേഖനം നമുക്കറിയാം. കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഓരോ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്ര അതിശയകരമായിട്ടാണ് ദൈവവചനം രേഖപ്പെടുത്തി. 15-ാം അധ്യായത്തില് അതിന്റെ 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ 25 വാക്യങ്ങൾ വായിക്കാൻ സാധിക്കുന്നത്, അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളും വാഴേണ്ടതാകുന്നു. അപ്പോൾ ശത്രുക്കളെ കീഴടക്കി കഴിയുമ്പോഴേ ആലയത്തിന്റെ പണി യഥാർത്ഥമായിട്ട് തുടങ്ങത്തുള്ളൂ, പൂർത്തീകരിക്കപ്പെടാൻ പോവുകയുള്ളൂ. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ദൈവത്തിന്റെ ആലയമായി നിഴലായി പണിയപ്പെട്ട യെരൂശലേം ദേവാലയം പണിയപ്പെടാൻ വേണ്ടി അവിടെ ശലോമോന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? സ്വസ്ഥത കൊടുത്തു. ആ സ്വസ്ഥത വരുത്തിയ ശേഷമാണ് അവൻ ആലയം പണിതെങ്കിൽ, പണി തുടങ്ങിയതെങ്കിൽ, രാത്രിയിൽ ഞാനൊരു സ്വസ്ഥതയെ മനസ്സിലാക്കി തരാൻ പോകുക. ദൈവാത്മാവിൽ നമുക്കൊരു സ്വസ്ഥത ആരംഭിച്ചത് കാൽവറിയിൽ യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തി മുഖാന്തരമാണ്. അതുവരെ പ്രബലപ്പെട്ടു നിന്ന സകല ശക്തികളെയും കർത്താവ് കാൽവറിയിൽ ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധമായിരുന്നു അവിടെ നടന്നത്. യഥാർത്ഥമായ കാൽവറിയിലെ യുദ്ധത്തിൽ ദൈവം ആദ്യം ചെയ്തത്, അവൻ നമുക്ക് വേണ്ടി സ്വസ്ഥത വരുത്താൻ വേണ്ടി എന്ന് പറഞ്ഞാൽ, അതുവരെ ആയുധമേന്തി നടന്ന പൈശാചികന്റെ ആയുധത്തെ വെപ്പിച്ച യുദ്ധമാണ് കാൽവറിയിലെ യുദ്ധം. മനുഷ്യവംശത്തെ എന്നേക്കുമായി മരണത്തിന്റെ അതിരിട്ടുകൊണ്ടിരുന്ന, ആയുധം ധരിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന പൈശാചിക ശക്തികളുടെ ആയുധം വെപ്പിച്ച സ്വസ്ഥത നൽകാൻ വേണ്ടി ദൈവം ആയുധം അവനെ കീഴ്വെപ്പിച്ചെങ്കിൽ അവിടെയാണ് സ്വസ്ഥത തുടങ്ങിയത്. യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമാണ് പിതാവാം ദൈവത്തിന്റെ മന്ദിരമാകുന്ന ദൈവത്തിന്റെ പുതിയ യെരൂശലേം അത് പണിതെടുക്കാൻ വേണ്ടി ആദ്യം നടന്ന യുദ്ധം സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ പഴയ നിയമത്തിൽ സാധിക്കാതിരുന്നത്, പഴയ നിയമത്തിൽ ഇവിടെ ഒരു മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ കല്ല് കൊണ്ട് ഒരു ആലയം പണിയണമെങ്കിൽ എത്രമാത്രം പ്രതിസന്ധികളായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ കൃപയാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം പണിതെടുക്കുന്ന ആത്മീയ ഗ്രഹം പണിതെടുക്കാൻ വേണ്ടി അതിനേക്കാൾ വലിയ യുദ്ധങ്ങളുണ്ട്. ഇസ്രായേൽ നയിക്കുന്ന യുദ്ധങ്ങളോ കഴിഞ്ഞ നാളുകൾ നടന്ന യുദ്ധങ്ങളോ അതിനേക്കാൾ എത്രയോ വലിയ യുദ്ധങ്ങളാണ് ആത്മീയമായിട്ടുള്ള യുദ്ധങ്ങൾ. അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി നാം വചനത്തെ മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ നമ്മള് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി ചെയ്ത പ്രഥമമായിരിക്കുന്ന യുദ്ധം, ഒന്നാമത്തെ യുദ്ധം മുഖാന്തരമായിട്ട് കൊലോസ്യർക്കെഴുതിയ 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് പരിചിതമായ ഭാഗമാണ്. അപ്പൊ ഈ ക്രിസ്തു യേശു മുഖാന്തരമായി നമുക്ക് ആദ്യമായി ഈ ആലയം പണിക്ക് വേണ്ടി, പിതാവിന്റെ ഭവനം പണിയാൻ വേണ്ടി തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു നടത്തിയ യുദ്ധം
അതേക്കുറിച്ച് നോക്കുമ്പോൾ 2-ാം അധ്യായം 15-ാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ പരസ്യമായി രക്ഷയ്ക്ക് വേണ്ടി നിർത്തി. അപ്പോൾ മറുഭാഗത്ത് ഈ ക്രിസ്തുവിലേക്ക് നോക്കി അനേകർ രക്ഷിക്കപ്പെടുമ്പോൾ ഇവിടെ പരസ്യമായി നിന്ദിക്കപ്പെടുന്നത്, പരാജയപ്പെടുന്നത്, ആയുധം കീഴ്വെച്ച് പരാജയപ്പെട്ട ദുഷ്ടൻ പരസ്യമായി അവനെ കാഴ്ചയാക്കുകയാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ ക്രൂശിന്മേൽ അവൻ യാഗമായി തീർന്നപ്പോൾ അവന്റെ ഓരോ തുള്ളി രക്തം വീഴുമ്പോഴും അവര് വിചാരിച്ചത് ഇവൻ മറുത്തു പറയുമെന്നാ വിചാരിച്ചത്. പക്ഷേ അത്രമാത്രം അതിവേദനയിലും കഠിന യാതനയിലും പിതാവേൽപ്പിച്ച ദൗത്യമായിരുന്നു. തന്റെ ആലയം പണിയണമെന്ന്, ദൈവത്തിന്റെ സഭയെ പണിതെടുക്കണമെന്ന് പിതാവാം ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ആ ആലയമായിരിക്കുന്ന, ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന, പുതിയ യെരൂശലേമിൽ ഏറ്റവും അതിശ്രേഷ്ഠമായിരിക്കുന്ന ആ മന്ദിരം പണിയുവാൻ വേണ്ടി തന്റെ പുത്രൻ സകലതും സഹിക്കുവാൻ ഇടയാത്തീർന്നു. അവൻ കാൽവലിൽ കിടന്ന് രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത് ചീത്തയായി പോയ എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ ജീവനുള്ള കല്ലുകളാക്കി, മാനപാത്രങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയായിരുന്നു. രാത്രിയിൽ ആ ശക്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അസ്വസ്ഥമായിരുന്ന എന്നെയും നിങ്ങളെ കുഴച്ചെടുത്തിരിക്കുന്നത് അവന്റെ ജീവനുള്ള രക്തം കൊണ്ടായതുകൊണ്ട് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നമ്മെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ക്രിസ്തുയേശുവിന്റെ രക്തത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. രാത്രിയിൽ ആ ശക്തി വ്യാപരിക്കുന്നവർക്കായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഏറ്റവും വലിയ ഉത്സവം കൊണ്ടാടിയത് 2000 വർഷം മുമ്പാണ്. അവിടെ ചെണ്ടമേളങ്ങളില്ലായിരുന്നു, അവിടെ ആനയും അമ്പാരിയും ഇല്ലായിരുന്നു, അവിടെ ഉത്സവത്തിന് വിളക്കുകൾ ഇല്ലായിരുന്നു, ഇവിടെ കാണുന്ന പോലെ കൊടികൾ ഉയർത്തപ്പെട്ടില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2000 വർഷം മുമ്പ് യെരൂശലേമിലെ ആ ക്രൂശിൽ വലിയൊരു ഉത്സവം കൊണ്ടാടി, ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. രാത്രിയിലും ആ ജയോത്സവം കൊണ്ടാടിയ ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഞാൻ നിങ്ങൾ കൂടി വന്നിരിക്കുന്നത്. എല്ലാരും വിചാരിച്ചു പരാജയമാണെന്ന്. അവന്റെ ധീരരോധനം കേട്ടപ്പോൾ വിചാരിച്ചു തീർന്നുവന്ന്. പക്ഷേ അതൊരു വിജയത്തിന്റെ കാഹളമായിരുന്നു. എന്റെ യേശു കാൽവറിയിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് എന്റെ ആത്മാവിനെ ഫലമേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്ക നിലവിളിച്ച് അവൻ ജീവനെ കൈവിട്ടത് വലിയൊരു ജയത്തിന്റെ പേരിയാണ് മുഴക്കിയത്. അവനെ കൈവിട്ടപ്പോൾ അവിടെ നമ്മെ ചേർത്തുകൊണ്ട ജയത്തിന്റെ ശക്തിയായിരുന്നു അവിടെ വ്യാപരിച്ചത്. മനുഷ്യവംശത്തെ നേരെയാക്കിയെടുക്കുവാൻ, അവനെ ചേർത്തുകൊള്ളുവാൻ വേണ്ടി തന്റെ ജീവൻ വെടിയുവാൻ ഇടയാത്തീർന്നപ്പോൾ യേശു ആ ജയത്തിന്റെ പേര് മുഴക്കി. അതേ 33.5 വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട് അവസാനമായി ദൈവത്തിന്റെ ശുശ്രൂഷ തികച്ചെടുത്തപ്പോൾ അവസാനമായി പിതാവിനോട് പറഞ്ഞു, എല്ലാം തികഞ്ഞിരിക്കുന്നു, സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അതൊരു ജയമായിരുന്നു. ഇന്ന് രാത്രിയിൽ അതാണ് ജയോത്സവം കൊണ്ടാടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നും നിവർത്തിയിരിക്കാതെ വിട്ടില്ല. ക്രിസ്തു കാൽവറിയിൽ ജയം കൊണ്ടാടിയത്, ജയോത്സവം കൊണ്ടാടിയത്. അവൻ പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു സകലവും നിവർത്തിയായെന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിതാവേൽപ്പിച്ച ദൗത്യമെല്ലാം എന്ത് ചെയ്തു? പൂർത്തീകരിക്കപ്പെട്ടു. അതിനെയാണ് ജയമെന്ന് പറയുന്നത്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതിനെയാണ് ജയിക്കുക എന്ന് പറയുന്നത്. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. നാം എന്തിനു വേണ്ടി ഓടുന്നുവോ, എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നുവോ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തി. അതേ സകലവും പൂർത്തീകരിച്ചിരിക്കുന്ന, സകലവും നിവൃത്തിയായെന്ന് യേശു കർത്താവ് പറഞ്ഞതുപോലെ ഇവിടുന്ന് ഞാനും നിങ്ങളും ഒരു ദിവസം ജയഭേരിയും മുഴക്കി പോകാനുള്ളവരാ. രാത്രിയിൽ തികച്ചെടുക്കാനുള്ള ദൂത് പറയുക. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ജയോത്സവം കൊണ്ടാടിയപ്പോൾ അവൻ പറഞ്ഞു പരാജിതനായിട്ടല്ല അവൻ പറഞ്ഞത്, പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു. കാര്യം മനസ്സിലായല്ലോ. ലോകം വിചാരിച്ചു ഇവൻ നിലവിളിച്ചത് പരാജയത്തിന്റെ ആണെന്ന്. പക്ഷേ സ്വർഗം പ്രഖ്യാപിച്ചു അത് ജയത്തിന്റെ പേരിയായിരുന്നു. അത് മുഖാന്തരമാണ് നമ്മളെയെല്ലാം ദൈവം
അവനോട് ചേർത്ത് കൊണ്ടിരിക്കുന്നത്. രാത്രി ക്രിസ്തുയേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടിയെങ്കിൽ അതിൻ്റെ മക്കളായതുകൊണ്ട് എന്നെ നിങ്ങളെ പരാജയപ്പെടുത്താൻ സാത്താന് കഴിയത്തില്ല. കുഞ്ഞാടിന്റെ ആ സ്വസ്ഥതയും സമാധാനവും നമ്മളെ തന്നിരിക്കുന്നതുകൊണ്ട് അനേക കല്ലുകൾ ചേർത്ത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത് കൊണ്ട് നമുക്ക് സഭകളിൽ നിൽക്കാൻ കഴിയുന്നത്, നമ്മുടെ കൂട്ടായ്മകൾ നിലനിന്ന് പോകുന്നത്. എത്രയോ ശക്തികൾ കടഞ്ഞു പരിശ്രമിച്ചെന്നറിയാമോ? എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സഭ നിലനിൽക്കുന്നതിന് കാരണം ദൈവത്തിന്റെ ജീവന്റെ ശക്തി വ്യാപരിക്കുന്നത് കൊണ്ടാണ്. ഇസ്രായേലിന്റെ ശക്തി അവർക്ക് ദൈവം പിതാക്കന്മാർ കൊടുത്തു വാഗ്ദത്തത്തിനാൽ അവർ നിലനിൽക്കുന്നെങ്കിൽ നിലനിൽക്കും. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരമായി ആത്മീയസാലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും കർത്താവ് നിർത്തിയിരിക്കുന്നത് കുഞ്ഞാടിന്റെ ജീവന്റെ ശക്തി കൊണ്ടാണ്. അപ്പോൾ അവൻ ജയോത്സവം കൊണ്ടാടി. എത്ര വലിയ വചനമാണെന്നറിയോ? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അത് എഴുതിയപ്പോൾ വാസ്തവത്തിൽ എത്ര ആത്മപ്രേതനായിട്ടാണ് പൗലോസ് അത് എഴുതിയെന്നറിയാമോ? താൻ ഇങ്ങനെ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ, മനസ്സിലാക്കിക്കൊണ്ടിരുന്നപ്പോൾ, ദൈവം അവന് ചിന്ത കൊടുത്തു കഴിഞ്ഞപ്പോൾ, ദൈവം അവന് കാഴ്ചപ്പാട് കൊടുത്തു കഴിഞ്ഞപ്പോൾ, കാൽവറിയിൽ അതിന് ചുറ്റുമായ നടന്ന സംഭവങ്ങളെല്ലാം അവൻ നോക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു അവസാനമായി സകലത്തെയും ജയിപ്പാനിടയായിരുന്നു. അതെ, ശത്രുവിന്റെ ഓരോ ആയുധങ്ങളെയും വെപ്പിച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് വാളും പരിചയം കുന്തോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ വിചാരിക്കും ഇതൊക്കെ സാത്താന്റെ ആയുധങ്ങൾ. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവര്. ഈ വാളിനേക്കാൾ കുന്തങ്ങളെക്കാളൊക്കെ എത്രയോ മാരകമായിരിക്കുന്ന ആയുധങ്ങളാണെന്നറിയാമോ? മനുഷ്യന്റെ ഒക്കെ വായിലിരിക്കുന്നറിയാമോ? അവന്റെ കൈകളിലിരിക്കുന്ന എത്രമാത്രം എന്നറിയാമോ? നമുക്കറിയാമല്ലോ. നമ്മുടെ കർത്താവിനെ പഴിച്ചു, നിന്ദിച്ചു, മുഖത്ത് തുപ്പി, എന്തെല്ലാം അവർക്ക് ചെയ്യാമോ അത് മുഴുവനും യേശുവിനെതിരെ ചെയ്തപ്പോൾ ഒരൊറ്റ വാക്കുപോലും, മനുഷ്യന് എതിരായി ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ശത്രുവിന്റെ സകല ആയുധങ്ങളും ഒന്നൊന്നായി കീഴ്പ്പെടുകയായിരുന്നു. രാത്രിയിൽ സാത്താൻ കൊണ്ടുവന്ന അസൂയ, സാത്താൻ കൊണ്ടുവന്ന നിന്ന, അവൻ കൊണ്ടുവന്ന അപമാനം, അവൻ പറഞ്ഞ കള്ളസാക്ഷ്യങ്ങൾ, അതെല്ലാം ഒന്നൊന്നായി യേശുവിന്റെ അവൻ അതിന്മേൽ ജയോത്സവം കൊണ്ടാടുവാനിടയായിരുന്നു. അവിടെയാണ് ക്രിസ്തു യേശു ജയോത്സവം കൊണ്ടാടിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ യേശുവിന്റെ അനുയായികളായിട്ട് ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അതിലൊന്നും പരാജയപ്പെട്ടു പോകാതെ നാം അതിനോട് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. യേശു ജയോത്സവം കൊണ്ടാടിയത് എങ്ങനെയാ? തിന്മയോട് തോൽക്കാതെ. എല്ലാവർക്കും പറയാൻ കഴിയുമോ? മ്യൂട്ട് ചെയ്യാതെ പറഞ്ഞാൽ മതി, ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. രാത്രിയിൽ അത് ഹൃദയത്തിൽ പതിക്കണം. വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുക. തിന്മയോട് തോൽക്കരുത്, നന്മയാൽ തിന്മയെ എന്ത് ചെയ്യണം? ജയിക്കുന്നതിനെയാണ് ജയോത്സവം കൊണ്ടാടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിച്ച യേശുവിന്റെ ജയോത്സവമാണ് പൗലോസ് പിന്നീട് എഴുതി. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണമെന്ന്, അതാണ് യഥാർത്ഥമായ ജയോത്സവമെന്ന് അവനത് ആത്മീയമായി മനസ്സിലായെങ്കിൽ രാത്രി നമ്മുടെ ആത്മാവിലും അതിനെ കുറിക്കപ്പെടണം. തിന്മയോട് തോൽക്കരുത്, നന്മയാൽ തിന്മയെ ജയിക്കണം. പക്ഷെ നമുക്കിത് അത്രമാത്രം അങ്ങോട്ട് എനിക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. വളരെ ആഗ്രഹിക്കാറുണ്ട്, പക്ഷേ പലപ്പോഴും ഞാനത് പരാജിതനാണ്. എന്നാലും രാത്രിയിൽ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു. പലപ്പോഴും നമുക്ക് ആഗ്രഹം കൊണ്ട് വചനം കേട്ട് പഠിച്ചിട്ടുണ്ട്. തിന്മയോട് തോൽക്കരുത്, നന്മയാൽ തിന്മ ജയിക്കണം എന്നൊക്കെ പറയുമ്പോഴും ജഡത്തിൽ വസിക്കുന്ന എനിക്ക് നിങ്ങൾക്കും എങ്ങനെയെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരെണ്ണം കൊടുക്കണമെന്നുള്ള ചിന്താഗതിയോടെ ആയിരിക്കും ഇരിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം പറയാൻ മുന്നോട്ട് കൊടുക്കണമെന്ന് വിചാരിക്കും. ഏതെങ്കിലും വിധത്തിൽ ഒരമ്പ ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയാൽ അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും പരിശ്രമിക്കാറുള്ളത്. ഏതെങ്കിലും വിധത്തിൽ ഒരു മുറിവേൽപ്പിക്കണം, ഏതെങ്കിലും വിധത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള ദോഷമൊന്ന് വെളിപ്പെടുത്തണമെന്ന് നാം ചിന്തിക്കാറില്ലേ? ചിന്തിക്കും. ഒരു തെറ്റും ചെയ്യാതെ നമുക്കെതിരെ പലതും പറയുമ്പോൾ നമുക്ക് രോഷമുണ്ടാകും. മനുഷ്യരാ, നമ്മുടെ കർത്താവ് അവിടെ അവൻ നമുക്ക് മാതൃകയായിരുന്നു. ഒരു തെറ്റ് ചെയ്യാത്ത യേശു നിരാത്തിൽ നമുക്ക് മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യ ജീവിതം എന്നുള്ളത് അത് വെറും വാക്കുകൊണ്ട് പഠിച്ച് നമ്മുടെ തലമണ്ടയിൽ എഴുതി വെക്കുന്ന ചില വചനങ്ങൾ കാണാതെ പറഞ്ഞ് നമ്മൾ ചിന്തിച്ച് നമ്മൾ എഴുതി വെക്കുന്നതല്ല. അങ്ങനെ എഴുതി വെച്ച് മാർക്കിടാനായിരുന്നെങ്കിൽ എനിക്ക് ജയിക്കാൻ കഴിയത്തില്ല
പലർക്കും കഴിയത്തില്ല, നമുക്ക് ഓർമ്മയൊക്കെ ഇല്ലാത്തവരാ. ബൈബിളിലെ ഓരോ വാക്കുകളും കാണാതെ വേണം എഴുതുവാൻ. ഇത് പലർക്കും കഴിയുമായിരിക്കും. പക്ഷേ ദൈവം എഴുതിയിരിക്കുന്ന ഒരു വാക്കെങ്കിലും നിന്റെ ജീവിതത്തിൻ്റെ അത് അനുഭവമായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യകരമായ കാര്യം. രാത്രി ഞാൻ കണ്ണെതിരോടെ ഇത് പറയുന്നത്, നാം പരാജയപ്പെട്ടു പോകുവാൻ പാടില്ല. നമുക്ക് ജയം ആവശ്യമാണ്. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയട്ടെ, ഈ വചനത്തിലിരിക്കുന്ന എത്രയോ വാക്കുകളുണ്ട്. അതിലേതെങ്കിലും ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കാൻ കഴിഞ്ഞാൽ നാം ജയാളികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഏറ്റവും ഏറ്റവും സൂപ്പർലേറ്റീവായിട്ടുള്ള ഉദാത്തമായിരിക്കുന്ന വചനമാണ്. യേശു ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് പറഞ്ഞപ്പോൾ സകല തിന്മയുടെ ശക്തികളെയും അവന്റെ സകല ആയുധങ്ങളെയും യേശു നന്മ കൊണ്ട് തോൽപ്പിച്ചു, നന്മ കൊണ്ട് പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി ഞാനത് കാണുകയാ. എന്നാൽ പഴയ നിയമത്തിൽ ആലയം പണിയാൻ വേണ്ടി ദാവീദ് വാളുകൊണ്ട് അവന്റെ പടയാളികൾ ഇറങ്ങി തിരിഞ്ഞ് ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിച്ചാണ് സ്വസ്ഥത ഉണ്ടാക്കിയതെങ്കിൽ യേശു കർത്താവ് നമുക്ക് സ്വസ്ഥത നൽകിയത് ശത്രുവിന്റെ അവന്റെ ഏറ്റവും അവന്റെ ഉള്ളിലുണ്ടായിരുന്ന സകല ആയുധങ്ങളെയും ഒന്നൊന്നായി കർത്താവ് എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. ഞങ്ങൾക്കത് മനസ്സായോ? പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സാത്താൻ അവൻ്റെതായ ആയുധങ്ങൾ, അസൂയയും പകയും കൊലയും എല്ലാം നിവർത്തിക്കാൻ വേണ്ടി അവൻ ഓരോന്നും ഉപയോഗിച്ച് വീടുകളിൽ, അതേ രാജ്യത്തിനുള്ളിൽ ചുറ്റുപാടിലൊക്കെ അസ്വസ്ഥത വന്നപ്പോൾ വാളുകൊണ്ട് യുദ്ധം യുദ്ധം ചെയ്ത് ശത്രു രാജ്യങ്ങളെല്ലാം അവർ കീഴ്പ്പെടുത്തി. ദൈവം പ്രത്യേക അധികാരവും കഴിവും കൊടുത്ത് ഇവിടെ സംഗീതം വായിക്കും പറഞ്ഞു, അവൻ എൻ്റെ അരയ്ക്ക് ശക്തി കിട്ടിയിരിക്കുന്നു, എൻ്റെ ശത്രുക്കളെ എനിക്ക് അവൻ കാൽ കീഴാക്കി തന്നിരിക്കുന്നു ഒക്കെ ദാവീദ് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനുള്ള ശക്തി പകർന്നുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തെടുത്താണ് മണ്ണുണ്ടാക്കി കൊടുത്തത്. യെരൂശലേം എന്ന സ്ഥലം പിടിച്ചെടുത്ത് കൊടുത്തത്. അവിടെ ശലോമോന് അവൻ രാജാവായി ആലയം പണിയാൻ വേണ്ടി സാധനങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുത്തത് വാളുകൊണ്ടുള്ള യുദ്ധം ചെയ്തായിരുന്നു, രക്തം ചൊരിയിച്ചത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് അവൻ രക്തം ചൊരിയിച്ചത് കൊണ്ട് അവൻ യോഗ്യനല്ല എന്ന് പറഞ്ഞത്. എൻ്റെ ആലയം ഒരിക്കലും മനുഷ്യരക്തം ചൊരിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പണിതായിരിക്കാൻ പാടില്ല. മനുഷ്യന്റെ രക്തം ചൊരിഞ്ഞിട്ടുള്ള ഒരുവനാകും വേണ്ട. മനുഷ്യരക്തം ചൊരിഞ്ഞല്ല ദൈവത്തിന്റെ ആലയം പണിയപ്പെടേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് അവനല്ല പണിയേണ്ടത്, രക്തം ചൊരിയിക്കാതെ ഒരുത്തൻ പണിയട്ടെന്ന് പറഞ്ഞത്. നമുക്ക് ശലോമോന് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ യുദ്ധമെല്ലാം ഇല്ലാതാക്കി ഈ പണിയുന്ന കാലഘട്ടമായപ്പോൾ മനുഷ്യന്റെ രക്തം ചൊരിച്ചിട്ടല്ലാതെ ദൈവത്തിന്റെ ആലയം പണിയേണ്ട സമയം വന്നപ്പോൾ അത് പണിവാനിടയെത്തുന്നു. എന്നാൽ യേശുവിൻ്റെ ദൈവത്തിന്റെ സാക്ഷാൽ രക്തം ചൊരിഞ്ഞിട്ടാണ് യഥാർത്ഥമായ സഭ പണിയപ്പെട്ടത്, ദൈവത്തിന് ആലയം പണിയപ്പെട്ടത്. വ്യത്യാസം അതാണ്. നേരെ തിരിച്ചാണ്. ഒന്ന്, അവിടെ ജഡപരമായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു, ജഡപരമായിട്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവരത് ഉപയോഗിച്ചു. അതനുസരിച്ച് അവർക്ക് ഇന്നും ആ രീതിയിലാണ് നിൽക്കുന്നെങ്കിൽ ആത്മീയ ഇസ്രായേലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത് ജഡത്തിന്റെ ആയുധങ്ങളല്ല, ക്രൂശിൽ ചൊരിഞ്ഞ ജയത്തിന്റെ രക്തത്തിന്റെ ശക്തി മുഖാന്തരമുള്ള തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ നമുക്ക് ജയിക്കാം. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ഇത് സാധ്യമാണോ എന്നുള്ളത് ഒരുപക്ഷെ ചിന്തിക്കാമായിരിക്കും. നമ്മളാവോളം നമ്മൾ ശ്രമിക്കണം. തിന്മ ചെയ്താൽ അതിന് പകരം ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട് തിന്മയെ ജയിക്കാനായിട്ട് ദൈവാത്മാവിന്റെ രാത്രിയിൽ ഉത്ബോധിപ്പിക്കുമ്പോൾ അത് എന്നോടുള്ള ദൂതാണ്. ഞാനത് ഏറ്റെടുക്കുകയാണ്. എന്നെ കൊണ്ട് ആഗ്രഹമുണ്ട്, എനിക്ക് കഴിവതും നന്മ ചെയ്യണം. പക്ഷേ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുതെന്ന് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, നന്മ ചെയ്യുവാൻ മടി കാണിക്കരുത്, തിന്മയോട് തോൽക്കരുത്. നന്മയാൽ തിന്മയെ ജയിച്ച് യേശു ജയോത്സവം കൊണ്ടാടി. നസേന്റെ രക്തത്തിന്റെ ശക്തി മുഖാന്തരമായി ദൈവസഭയുടെ, ദൈവത്തിന്റെ മന്ദിരത്തിന്റെ, ദൈവത്തിന്റെ നഗരത്തിന്റെ എന്നേക്ക് നിൽക്കുന്ന സ്വർഗീയ യെരൂശലേമിന്റെ അടിസ്ഥാനക്കല്ലായി ക്രിസ്തുയേശു തീർന്നത് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിച്ചവനാലാണ് ഈ മന്ദിരം പണിയപ്പെടുന്നത് കൊണ്ട്, ഈ പട്ടണം പണിയപ്പെടുന്നത് കൊണ്ട്. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാമും ജയാളികളായി തീരുവാൻ ദിവസങ്ങളിൽ നമുക്കും അവന്റെ പാത പിൻപറ്റുവാൻ ഇടയാറ്റണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുയേശു മുഖാന്തരമായി അന്ന് യുദ്ധം തുടങ്ങി ആരംഭിപ്പാൻ ഇടയാത്തീർന്നു. പിന്നീട് നമ്മൾ കാണാൻ സാധിക്കുന്ന കാൽവരിയിൽ
യേശു നടത്തിയ ആ യുദ്ധം മുഖാന്തരമായിട്ട് ശത്രുവിന്റെ ആയുധവർക്കങ്ങൾ അത് താഴെ വെപ്പിപ്പാനിടയായി താഴെ വെപ്പിച്ചു. പിന്നീട് നടക്കാൻ പോകുന്ന യുദ്ധം നടക്കാൻ പോകുന്നത് അവന്റെ ശത്രുവിനെ പാദപീഠമാക്കുന്ന യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. എപ്പോഴാണ് കാൽക്കീഴാക്കുന്നത് പറഞ്ഞു നിർത്താം. അപ്പോൾ പാദപീഠമാക്കുന്നത് എപ്പോഴാണ്? കഥാ പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിൽ ശത്രുക്കൾ പ്രബലപ്പെട്ടു നിൽക്കുകയാണ്. അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ദൈവത്തിന്റെ സമാധാനത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. നമ്മെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. കഥ പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കും. അപ്പോൾ യേശു ക്രിസ്തു ശത്രുക്കളെ മുഴുവനും ഇല്ലാതാക്കിയല്ല ആദ്യം ചെയ്തത്. ശത്രുവിനെ ദൈവം പാദപീഠമാക്കിയില്ല, ശത്രുവിനെ ദൈവം കാൽ കീഴാക്കിയില്ല. എന്നാൽ പിതാവാം ദൈവം ആദ്യം ചെയ്തത് സാത്താന്റെ ആയുധവർക്കത്തെ കീഴ്വെപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു ക്രിസ്തു മുഖാന്തരമായി പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമ്മളിന്മേൽ ദൈവം സർവായുധവർക്കത്തെ തന്നിരിക്കുകയാണ്. ആത്മാവിന്റെ സർവായുധവർക്കങ്ങളെ ധരിച്ചുകൊണ്ട് ക്രിസ്തു യേശുവിന്റെ പടയാളികളാക്കി കഥ നമ്മെ നിർത്തിയിരിക്കുന്നത് ആത്മീയ യുദ്ധത്തിന് വേണ്ടി നമ്മളെ ദൈവം സജ്ജമാക്കി നിർത്തിയിരിക്കുക. അപ്പൊ അതിനകത്ത് സ്നേഹം എല്ലാം ഉണ്ട്. നമുക്കറിയാം, ഓരോന്നും പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സമാധാനമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതിനകത്ത്. ഞാൻ ഈ സർവായുധവർക്കത്തെ കുറിച്ച് അഭ്യസിക്കുന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചാൽ മതി. കഥ നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നതൊക്കെയാണ്. അപ്പൊ സാത്താന്റെ ആയുധവർക്കത്തെ ദൈവം താഴെ വെപ്പിച്ചിട്ട് ദൈവസഭയെ ദൈവം ആയുധധാരികളാക്കി മാറ്റി. നമ്മെ ആയുധധാരികളാക്കി മാറ്റിയപ്പോൾ എന്തൊക്കെയാണ് ദൈവം നമ്മളെ ധരിപ്പിച്ചെന്നുള്ളത് എഫെസ്യർ ലേഖനം വായിച്ചാൽ നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നമ്മളെ ധരിപ്പിച്ചിരിക്കുന്ന ആ ആയുധവർക്കത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളെ ധരിപ്പിച്ചിരിക്കുന്ന ആയുധവർക്കത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിന്റെ എഫെസ്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധവർക്കം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ഇടരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വല്ലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർക്കം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. എന്താ നമ്മളെ ദൈവം പഠിപ്പിച്ചത്? സാത്താന്റെ ആയുധവർക്കമാണ് കള്ളത്തരം, ഭോഷ്കം എന്നുള്ളത്. ദൈവനെ താഴ്ത്തി നമ്മുടെ കർത്താവ് സത്യത്തിന്റെ ദൈവമാണ്. ആദ്യമായി യേശു കർത്താവ് സാത്താന്റെ ആയുധത്തെ കീഴ്വെപ്പിച്ചത് ഒന്നാമത് അവന്റെ ഭോഷ്കിനിയായിരുന്നു. ഭോഷ്കിന്റെ അപ്പനുമായിരിക്കുന്ന സാത്താനെ അവന്റെ ആയുധത്തെ, ഒന്നാമത്തെ ആയുധത്തെ കീഴ്വെപ്പിച്ചത് അവന്റെ ഭോഷ്കിന്റെ ശക്തിയായിരുന്നു. അങ്ങനെയല്ലേ യേശുവിനെതിരെ എന്തെല്ലാം കള്ളമായിരുന്നു പറഞ്ഞു വന്നത്? ഭോഷ്കിന്റെ അപ്പനുമായിരിക്കുന്ന സാത്താന്റെ ആ ഭോഷ്കിനെ കർത്താവ് എന്ത് ചെയ്തു? താഴെ വെപ്പിച്ചു. സത്യത്തിന്റെ ദൈവം കർത്താവ് പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടത് ജനിച്ചുമിരിക്കുന്നു. അപ്പോൾ സത്യം നമ്മളെ അരക്കി കെട്ടി. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം പറയുന്നത് ഞാൻ ഒരുപക്ഷെ ഒരുപാട് പ്രാവശ്യ വിഭാഗമൊക്കെ വായിച്ചിട്ടായിരിക്കാം. ആയുധവർക്കം ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാകാതെ പോകുന്നെങ്കിൽ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ ആയുധം ധരിപ്പിച്ചു. പിശാചിനെയും അവന്റെ കൂട്ടരെയും കർത്താവ് പരാജയപ്പെടുത്തി. അപ്പോൾ ഒരു കൂട്ടരെ ദൈവം അതിനെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞതിന് അർത്ഥം അതുവരെയും അതാണ് പ്രബലപ്പെട്ടു നിന്നത്. അതിനായിരുന്നു ലോകത്തിൽ മുഖ്യ സ്ഥാനമുണ്ടായിരുന്നത്. ബാക്കിയുള്ള തുലവും കുറവായിരുന്നെങ്കിൽ യേശുവിന്റെ രക്തം ചൊരിയപ്പെട്ടതോടുകൂടി ക്രിസ്തുവിന്റെ സർവായുധവർക്കം ധരിച്ചു നിൽക്കുന്ന കോടാനുകോടി ഭക്തന്മാരെ ഭൂമിയിൽ ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ ശത്രുവിനെ പരസ്യമായി കാഴ്ചയാക്കി 2026 നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, ഞങ്ങളും ഭോഷ്കിന്റെ സന്തതികളായിരുന്നു, കള്ളത്തരത്തിന്റെ കള്ള ആരാധനയുടെ മക്കളായിരുന്നു. എന്നാൽ അതിനെ ഞങ്ങൾക്ക് നിന്ന് പറിച്ചു മാറ്റി അവന്റെ ശക്തിയിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ച് യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ സത്യമരക്കി കെട്ടിയതിനായി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. രാത്രിയിൽ സത്യത്തിന്റെ മക്കൾ, സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന സാത്താന്റെ ആയുധവർക്കത്തെ ദൈവം അവിടെ പരാജയപ്പെടുത്തിയത്, കീഴ്പ്പെടുത്തിയത്.
സ്തോത്രം. കാൽവറിയിൽ സാത്താന്റെ പരാജയമായിരുന്നു. അവന്റെ ബോഷ്കിന്റെ ആരാധനയുടെ ശക്തി പരാജയപ്പെട്ടു. അവന്റെ ബോഷ്കിന്റെ സകല തന്ത്രങ്ങളും പരാജയപ്പെടുന്ന രാത്രിയിൽ വിടുതൽ സംഭവിക്കാൻ പോകുക. ചില വീടുകളിൽ നിന്ന് ചില ബോഷ്കിന്റെ ശക്തി മാറാൻ പോകുക. ചില തലമുറകളെ ബന്ധിച്ചിട്ടിരുന്ന ബോഷ്കിന്റെ ശക്തിയുണ്ട്. ചില കുടുംബങ്ങളെ ബന്ധിച്ചിട്ടിരുന്ന ബോഷ്കിന്റെ ശക്തിയുണ്ട്. രാത്രിയിൽ ആത്മാവിൽ അതിനെ ശാസിച്ച് ജയമെടുക്കാൻ പോകുക. ബോഷ്കിന്റെ ശക്തി അത് വ്യാപരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇരുളിന്റെ ശക്തി അവിടെ വ്യാപരിക്കും. ബാക്കിയുള്ള അവനോട് ചെയ്തെടുക്കാൻ സാധിക്കും, നശിപ്പിച്ചു കളയാൻ കഴിയും. ഒന്നാമതായി സാത്താൻ ചെയ്യുന്നത് ഈ ബോഷ്കിന്റെ വ്യാപാര ശക്തി അയച്ച് മനുഷ്യരെ അതിന് ബന്ധിതരാക്കി നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. അല്ലെ, ജനിച്ചു വളരുന്ന നമ്മളൊക്കെ എത്രയോ കള്ളത്തരങ്ങൾ പറഞ്ഞാ വന്നത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ദൈവത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നതുകൊണ്ട് ബോഷ്ക്ക് പറയാൻ നാം ഭയപ്പെടുന്നു, സത്യത്തെ നാം പ്രിയപ്പെടുന്നു. അല്ലെ, സത്യത്തെ നാം ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടാകും. ഞാനിന്ന് നുണ പറഞ്ഞിട്ടാ ഇന്ന് ഈ വചനം സംസാരിക്കുന്നെങ്കിൽ, ഞാൻ ബോഷ്ക്ക് പറഞ്ഞിട്ട് ആരാധനയ്ക്കിരിക്കുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ മനസ്സാക്ഷിയിൽ കുത്തുകൊള്ളും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ നമുക്ക് പറയാൻ സാധിക്കണം, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ഇതിനെ കീഴ്പ്പെടുത്തി തന്ന ദൈവത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സത്യം അരക്കി കെട്ടിച്ചു. അപ്പോൾ സാത്താന്റെ ബോഷ്കിനെ ദൈവം എന്ത് ചെയ്തു? കാൽവറിയിൽ അവൻ പരാജയപ്പെടുത്തി. അത് പരാജയപ്പെടുത്താൻ എൻ്റെ നസേന് മാത്രമേ കഴിയത്തുള്ളൂ. ഇവിടെയുള്ള ഒരു നേതാക്കന്മാർ കഴിയത്തില്ല, ഇവിടെയുള്ള ഒരു ശാസ്ത്രതന്ത്രജ്ഞന്മാർ കഴിയത്തില്ല, ഇവിടെയുള്ള ഒരൊറ്റ മനുഷ്യനെ പോലും ബോഷ്കിനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. എന്നാൽ ഒരുവന് മാത്രമേ കഴിയത്തുണ്ടായിരുന്നുള്ളൂ, നസനായിരിക്കുന്ന യേശു. അവനിൽ മാത്രമേ സത്യമുണ്ടായിരുന്നുള്ളൂ. അവനെ വിസ്തരിച്ചു കഴിഞ്ഞിട്ടും അവർക്കാർക്കും തന്നെ ഒന്നും ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയാതിരുന്നത് അവൻ സത്യത്തിന്റെ സാക്ഷിയായി ജനിച്ചതുകൊണ്ട്. രാത്രി നമ്മെ വിടുവിച്ചിരിക്കുന്നത് സത്യാത്മാവാണ്. ബോഷ്കിന്റെ ആത്മാവിൽ നിന്നും അവന്റെ ആരാധനയിൽ നിന്നും അവന്റെ പദ്ധതിയിൽ നിന്നും നമ്മെ വിടുവിച്ചത് കുന്തം കൊണ്ടോ വാളുകൊണ്ടോ ഒന്നുകൊണ്ടുമല്ല, കാൽവറിയിൽ ചൊരിഞ്ഞ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച ദൈവശക്തി രാത്രി വ്യാപരിക്കുന്നത് കൊണ്ട് അരയ്ക്ക് നീ തപ്പി നോക്കിക്കോ. നിന്റെ അകത്തെ മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന സത്യത്തിന്റെ ഒരു കെട്ടുണ്ട്. അതിനാ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മൾ പുറത്ത് വസ്ത്രമൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ബെൽറ്റൊക്കെ കെട്ടും, അല്ലെങ്കിൽ ചരടുകൊണ്ടാണ് കെട്ടിവെക്കും പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അത് അരയ്ക്ക് കെട്ടുക. അരയെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പകുതി ഭാഗം അരയെന്ന് പറയുന്നത്. അരയിൽ ഒരു വസ്തു അരയിൽ കെട്ടുക. അരയെന്ന് പറഞ്ഞാൽ മധ്യഭാഗത്താണ് അരയെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ നമ്മുടെ മധ്യഭാഗത്ത് നിൽക്കേണ്ട സത്യമായിരിക്കണം. സത്യമില്ലാതെ നാം എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ദൈവം കാൽവറിയിൽ പരാജയപ്പെടുത്തിയത് സാത്താന്റെ ബോഷ്കിനെ പരാജയപ്പെടുത്തി. നമ്മളെ ദൈവം എന്ത് ചെയ്തു? സത്യം ധരിപ്പിച്ചു, ആയുധവർക്കം ധരിപ്പിച്ചു. രാത്രി സന്ദേശം ഒരുപക്ഷെ ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിൽ വലിയ കാര്യമായി തോന്നത്തില്ലായിരിക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു ദൂത് നടക്കുന്നുണ്ട്, ഒരു മാറ്റം നടക്കുന്നുണ്ട്. ദൈവാത്മാവ് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുക. ബോഷ്ക്ക് പറയാതിരിപ്പാൻ, കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാതിരിക്കുവാൻ ക്രിസ്തു യേശു നമ്മെ സ്വതന്ത്രമാക്കിയതിനായി, സത്യത്തിന്റെ ആത്മാവിന്റെ ആരാധനക്കാരാക്കി മാറ്റിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. സത്യം അരക്കി കെട്ടിയും തുറന്നു പറഞ്ഞിരിക്കുന്ന ഇനി ചിലർക്ക് ഒരുപക്ഷെ സത്യമൊക്കെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപക്ഷെ കണ്ടെത്താനായിട്ട് ഒരുപക്ഷെ ഒരു പരിധിവരെ കാണുമായിരിക്കും. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ അവരെ ആരാധന നോക്കുമ്പോൾ അവര് എത്രമാത്രം ഭൗതികമായിരിക്കുന്ന ജീവിതത്തിൽ സത്യത്തിന് വേണ്ടി നിന്നെന്ന് വിചാരിച്ചാലും ബോഷ്കിന്റെ ആരാധനക്കാരായി മാറുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ നമ്മെ, ഞാൻ പറയട്ടെ, ഒരുപക്ഷെ സത്യത്തിന്റെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ടായിരിക്കാം. ഒരു ഭൗതികമായ ജീവിതത്തിൽ സത്യമുള്ളവർ ഒരുപാട് പേര് ലോകത്തിൽ കാണും. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ വഴി നമ്മൾ നോക്കുമ്പോൾ, പഠിക്കാൻ സാധിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിമ്പിൽ ഒരു സാർത്ഥത കാണും. ആ സാർത്ഥത കൊണ്ടാണ് പലതും ചെയ്യാതിരിക്കുന്നത്. ഇവിടെ പറയുന്നത് സത്യം അരയ്ക്ക് കെട്ടിയും നീതി, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു. അവൻ നീതി എന്ന കവചം ധരിക്കണം. നീതി എന്ന കവചം, റൈച്ചസ്നസ്, നീതിയായിരിക്കണം നമ്മുടെ കവചം. ഞാനതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോൾ അനീതിയായിരിക്കുന്ന പാപം, ഏതനീതിയും പാപം തന്നെ. ബോഷ്കിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അവിടെ അനീതി ഉണ്ടാകും, അത് പാപമാണ്. ഏതനീതിയും പാപമാണ്. അപ്പോൾ പാപത്തിന്റെ ശക്തിയെ ദൈവം ആയുധവർക്കം വെപ്പിച്ച് ദൈവം കീഴ്പ്പെടുത്തി. അതുകൊണ്ട് അനീതി അതിനെ സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും
സമാധാന സുവിശേഷമുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. സമാധാന സുവിശേഷം നമ്മളെ ഒരുക്കിയെടുക്കുക. അപ്പൊ സത്യം അരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് വേണം സുവിശേഷം അറിയിക്കാനായിട്ട്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പറയും, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന്, എത്ര മനോഹരമെന്ന്. നന്മ സുവിശേഷിക്കുന്ന, യേശുക്രിസ്തുവിനെ സുവിശേഷിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സത്യം അരക്കി കെട്ടണം. നീതി എന്ന കവചം നമുക്കുണ്ടായിരിക്കണം. നീതി എന്ന കവചം എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത അവസ്ഥ. പാപമില്ലാതാക്കി തീർക്കുന്ന എങ്ങനെയാണ്? യേശുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ സകല പാപത്തെയും എന്ത് ചെയ്തു? ദൈവം നമ്മുടെ പാപത്തെ കഴുകി ശുദ്ധമാക്കി, നമ്മെ സത്യത്തിന്റെ മക്കളാക്കി, നമ്മളെ വിശുദ്ധിയുടെ ആരാധനക്കാരാക്കി മാറ്റി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുന്നത് സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പായും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കത്തക്കമായി വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ടും നിൽപ്പീൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി യാചരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഇത്രയും പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം പറഞ്ഞു, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. നമ്മളിവിടുന്ന് പലരും ചേരും, ഒരാഴ്ച കഴിയുമ്പോൾ മാറിപ്പോവും, രണ്ടാഴ്ച കഴിയുമ്പോൾ മാറിപ്പോവും. പറഞ്ഞതിൽ എത്ര വർഷമായെന്ന്. കാരണം എന്താണെന്നറിയാമോ? ഇത് നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്ഥിരത വേണം. പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കാൻ പലർക്കും കഴിയത്തില്ല. അത്രയും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവം നമ്മളെ ശക്തീകരിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. വർഷങ്ങളായി ദൈവകൃപയാൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ രാത്രിയിൽ സന്തോഷത്തോടെ കർത്താവേ അങ്ങനെ തന്നിരിക്കുന്ന സ്ഥിരതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലരും വന്ന് മാറിപ്പോയിട്ടില്ലേ? അതേ, അവർ സമയമെടുത്തിട്ട് മാറിപ്പോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ സാധിക്കാതെ മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ കൃപയെന്ന് രാത്രിയിലും പറയണം, നമുക്ക് പ്രാർത്ഥിപ്പാൻ സ്ഥിരത തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ സാധാരണ ദൈവം പരാജയപ്പെടുത്തി ഈ ദൈവം നമ്മളെ ധരിപ്പിച്ചിരിക്കുന്ന സർവായുധ വർക്കത്തിനായി ഞാൻ വേഗത്തിൽ പറഞ്ഞ് സന്ദേശം അവസാനിപ്പിക്കാം. യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നപ്പോൾ അവരുടെ ജീവൻ മുഖാന്തരമായി സാത്താന്റെ ബോഷ്കിന്റെ ശക്തിയെ ദൈവം കീഴ്പ്പെടുത്തി. സകല അനീതി ഭാവമായിരുന്നതിനെ ദൈവം എന്ത് ചെയ്തു? അവൻ വിശുദ്ധി കൊണ്ട് അതിനെ ജയിപ്പാട്ടിടയാ തീർന്നു. സമാധാനത്തിന്റെ സുവിശേഷം അവിടുന്ന് ഒരു ഒരുക്കത്തിന്റെ ഒരു ആത്മാവിനെ വ്യാപരിപ്പാൻ ഇടയാ തീർന്നു. അതുകൊണ്ട് അല്ലേ ലോകം മുഴുവനും സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി സമാധാനവാഹികളായി ദൈവം ഈ ദിവസങ്ങൾ ഓരോരുത്തരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് അവിടെ തുടങ്ങിയ ഒരുക്കമാണ്. അപ്പോൾ കാൽവറിയിലാണ് ഒരുക്കം തുടങ്ങിയത്. അനേകരെ ഒരുക്കിയെടുക്കുന്നത് കാൽവരിയോട് ചുവട്ടി വെച്ച രാത്രിയിലും ആരെങ്കിലും സുവിശേഷകരാകാൻ താല്പര്യപ്പെടുന്നെങ്കിൽ രാത്രി ദൈവം അതിനുള്ള സമയം നൽകുകയാണ്. ഇതുവരെ സുവിശേഷം പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ, അത് വിശുദ്ധിയുടെ ആത്മാവ് വ്യാപരിച്ചു കഴിയുമ്പോൾ നമ്മളിൽ സമാധാനത്തിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനുള്ള ഒരുക്കമുണ്ടാകുവാൻ നമുക്ക് കൃപ നൽകും. അതെ, തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുക്കം കാലിന് ചെരുപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച ധരിച്ചുകൊണ്ട്, അപ്പോൾ പരിച എടുത്തും കൊണ്ട് നിൽപ്പീൻ. വിശ്വാസം എന്ന പരിച പിടിച്ചുകൊണ്ട് നിൽക്കണം. ഇതിനകത്ത് നമുക്കത് കാണാൻ സാധിക്കും. നമുക്ക് ഏതൊക്കെയാണ് ഇല്ലാതിരിക്കുന്നത്? രാത്രി ദൈവാത്മാവ് നമ്മെ ഒരുക്കിയെടുക്കാൻ പോവുകയാണ്. യുദ്ധത്തിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുകയല്ലേ? അതെ, കർത്താവ് വരാൻ സമയമായില്ലേ? അവൻ ശത്രുവിനെ പാതപീഠമാക്കാൻ പോവുകയല്ലേ? അപ്പോൾ കാൽവരിയിൽ നമ്മെ ജയം തന്ന കർത്താവ് നമ്മളെ ഒരുക്കിയെടുക്കുന്നത് ഇവന്റെ സകല തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയാ. അവനെ പരാജയപ്പെടുത്തി നാം ഒരുമിച്ച് എടുക്കപ്പെടാനുള്ള സമയമെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി സർവായുധവർക്കം എടുക്കുവാൻ ദൈവാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശ്രമം ഒരുക്കിയെടുക്കുക. അതേ, ഒരു യുദ്ധം നടക്കാൻ പോവുക. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. മീഖായേലും സൈന്യം ഇറങ്ങി വരും. നമ്മുടെ അവസാന ശ്വാസം പോകുന്നവരെ നാം സർവായുധവർക്കം ധരിച്ചവരായിരിക്കണം. അങ്ങനെയുള്ളവരെ ചേർക്കാൻ വേണ്ടി യേശു കർത്താവ് വരുമ്പോൾ ശത്രുക്കളെ പാതപീഠമാക്കും. അതുകൊണ്ട് ദിവസങ്ങളിൽ സത്യം നമ്മൾ അരക്കി കെട്ടണം. നീതി കവചം ധരിക്കണം. സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. എല്ലാറ്റിനും ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച
ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. രക്ഷ എന്ന ശിരസ്ത്രം നമുക്ക് വേണം. ദൈവം എന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയിലും യാചനയിലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണ് ഒരു ആത്മീയ പടയാളിയെ ദൈവം ഒരുക്കിയെടുക്കുന്നത്. രാത്രിയിൽ ഈ യുദ്ധം ചെയ്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവായുധവർക്കം ധരിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ചേർക്കുവാൻ യേശു കർത്താവ് വരുമ്പോൾ ആ സാത്താനും അവന്റെ കൂട്ടരും അവന്റെ ശത്രുക്കളെ പാദപീഠമാക്കിയ ശേഷമായി സകല ശത്രുക്കളെയും വാഴയുടെ കാൽ കീഴാക്കുന്നതിന് വേണ്ടി യേശു ഇവിടെ 1000 ആണ്ട് വാഴും. ഞാൻ നിർത്താൻ പോകിയ സമയം പോയതുകൊണ്ട് 1000 ആണ്ട് വാണ് കഴിഞ്ഞ ശേഷമായി നമുക്ക് സാധിക്കുന്ന 1000 ആണ്ട് വാഴുമ്പോൾ സാത്താനെ നമ്മുടെ കാൽ കീഴേ മെതിച്ചു കളയും. റോമർക്കെതിരെ 16-20 വാക്യം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: സമാധാനത്തിന്റെയുമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴേ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാർ. ഈ സന്ദേശം, ഈ വചനം വേഗത്തിൽ നിവർത്തിയിരിക്കാൻ പോവുക. അതേ സർവായുധവർക്കം ധരിച്ചു നിൽക്കുന്ന ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മെ കർത്താവ് ഒരുക്കിയെടുത്ത് സ്വർഗാസ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവനോട് കൂടെ ഞാനും നിങ്ങളും ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ നാം തേജസ്സിന്റെ മക്കളായി ലോകത്തെ വരും. അന്ന് നടക്കുന്ന ഹർമോദോൻ യുദ്ധത്തിൽ യേശു കർത്താവ് ഏദോമെന്ന ആ മുന്തിരി ബോഷ്കിന്റെ ശക്തിയുള്ള ആ കയ്പുള്ള മുന്തിരി ചക്ക് മെതിക്കാൻ വേണ്ടി കർത്താവ് പോകുമ്പോൾ സാത്താനെ ദൈവൻ ശക്തി ഇല്ലാത്തവനാക്കി നമുക്ക് ഇട്ടുതരും. സാത്താൻ ദൈവമക്കളുടെ കാൽ കീഴേ മെതിക്കപ്പെടുവാനുള്ള സമയമെടുത്തിരിക്കുകയാൽ അത് ഈ കർത്താവ് സഭയെടുക്കുമ്പോൾ സാത്താൻ പാദപീഠമാകും. അവൻ ചതയ്ക്കപ്പെടും. കാൽ കീഴാക്കി വെക്കുവനെ 1000 ആണ്ട് വർഷം. അതിനുശേഷമായി എന്നേക്കുമായി കാൽ കീഴ് വണ്ണീറാകുന്നത് ദൈവത്തിന്റെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ ഉദ്ദേശം പൂർത്തീകരിച്ച് 1000 ആണ്ട് വർഷം കഴിഞ്ഞ് ഒടുക്കത്തെ നാളിലാണ് സാത്താൻ വെണ്ണീറാകുന്നത്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് അവസാനമായിട്ട് പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ദൈവത്തിന്റെ പുതിയ യെരൂശലേം ഇറങ്ങി വരുമ്പോൾ അതേ സകലവും നീക്കിയിട്ട് സ്വസ്ഥത വരും. അത് ദൈവം തന്റെ സഭയെ ഇവിടെ അത് യഥാർത്ഥമായ യെരൂശലേം ദേവാലയം പുതിയ യെരൂശലേം പണിയപ്പെട്ട് ഇറങ്ങി വരുമെന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് അപ്പോൾ പഴയ നിയമത്തിൽ ശലോമോൻ പണിതത് സ്വസ്ഥത വന്നപ്പോൾ അവിടെ കല്ലുകൊണ്ടുള്ള അല്ലെങ്കിൽ ദേവദാരു കൊണ്ടുള്ള ഒരു പണിയാണ് അവൻ പണിതെടുത്തതെങ്കിൽ അതിനേക്കാൾ ദൈവം കണ്ടിരിക്കുന്ന ആത്മീയഗ്രഹമായിരിക്കുന്ന സഭയെ പണിയപ്പെടുവാൻ വേണ്ടി നസ്രായനായിരിക്കുന്ന യേശു ലോകത്തിൽ വന്നെങ്കിൽ അവൻ ചെയ്ത യുദ്ധത്തിന്റെ അത് മുഖാന്തരമായി ദൈവം നമ്മെ സർവായുധവർക്കം ധരിപ്പിച്ചു. സാത്താന്റെ ആയുധവർക്കത്തെ ദൈവം അവനെ കീഴ്പ്പെടുത്തിയപ്പോൾ ക്രിസ്തു അവന്റെ തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ആയുധം ധരിച്ചു നിൽക്കുവാൻ സത്യത്തിന്റെ ആയുധം ധരിച്ചു സത്യത്തിന്റെ അരക്കി കെട്ടി ദിവസങ്ങളിൽ സർവായുധവർക്കം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിക്കുന്ന ദൈവമക്കളെ ചേർക്കാൻ വേണ്ടി യേശു കർത്താവ് വേഗത്തിൽ വരും. അവനെ ഞാൻ നിങ്ങളും കർത്താവിനോട് ഇവിടെ മടങ്ങി ഒരു രണ്ടാമത് വരുമ്പോൾ സാത്താനെ ചതച്ചു കളയാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കിയാൽ ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്യാം. ഇവിടെ ദൈവത്തെ നാം ഇന്ന് രാത്രി മഹത്വപ്പെടുത്തുമ്പോൾ അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന പദവിക്കായി സ്തോത്രം ചെയ്യാം. 1000 ആണ്ട് വാഴുന്നത് സാത്താനെ കാൽ കീഴാക്കുവോളം 1000 ആണ്ട് വാഴും. അതിന് ശേഷമായി ഒടുക്കത്തെ നാളിൽ എന്നേക്കുമായി സാത്താനെ ദൈവം കാലിൻ കീഴിൽ വെണ്ണീറാക്കും. അതാണ് സാത്താന്റെ പരാജയം. സാത്താൻ അടിക്കടി പരാജയപ്പെടാൻ പോവുകയാണ്. അവൻ ആയുധവർക്കങ്ങൾ നഷ്ടപ്പെട്ടു. അവൻ ഇനി സംഭവിക്കാൻ പോകുന്നത് പാദപീഠത്തിലേക്ക് വരും. അവനെ ദൈവം എന്ത് ചെയ്യും? പാദപീഠത്തിലായ ശേഷമായി കർത്താവ് രണ്ടാമത് വരുമ്പോഴാണ് അവൻ ബന്ധിക്കപ്പെടും. അതിനു മുമ്പായി അവൻ ചവിട്ടി മെതിക്കപ്പെടും. അതിനുശേഷമായി അവനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ട് വെക്കും, കാൽ കീഴാക്കി വെക്കും. അതിനുശേഷം അഴിച്ചുവിട്ട ശേഷമായി നിത്യനരകാഗ്നിയിലേക്ക് സാത്താനെ വെണ്ണീറാകുവാൻ അവനെ ദൈവം തള്ളിക്കളയും. അതിനുശേഷമായി പുതിയ ആകാശ പുതിയ ഭൂമിയിൽ വലിയ സ്വസ്ഥതയുള്ള ദൈവിക സ്വസ്ഥതയുള്ള ആ ദൈവരാജ്യത്തിൽ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ദൈവം പണിയാൻ പോകുന്ന അതിമനോഹരമായ ആ ആലയത്തെ ഓർത്തുകൊണ്ട്, ആ സഭയെ ഓർത്തുകൊണ്ട്, മന്ദിരത്തെ ഓർത്തുകൊണ്ട്, പുതിയ യെരൂശലേമിനെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന വിശ്വാസം എത്രയോ ശ്രേഷ്ഠകരമാണെന്ന് ദൈവസന്നിധി നമുക്ക് സന്തോഷത്തോടെ പറയും. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് സകല ശത്രുക്കളെയും കീഴ്പ്പെടുത്തി ഇവിടെ ശലോമോൻ പറയുക, ഇപ്പോൾ ഒരു വിഘ്നമോ ഒരു പ്രതിയോഗിയോ ഇല്ലാതെ സകലവും എനിക്ക് അനുയോജ്യമായതുപോലെ
എല്ലാ പ്രതിയോഗികളെയും നമ്മുടെ പിതാവാം ദൈവം നീക്കും. സകലത്തെയും നീക്കി ഒരു തടസ്സമില്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ആകാശ, പുതിയ ഭൂമിയിൽ ദൈവത്തിന്റെ ആ സൗധം ഇറങ്ങി വരുവാൻ പോകുന്നതിനായി അതിന് പിമ്പിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആലോചനയ്ക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി ഒഴുക്കിയ കുഞ്ഞാടിന്റെ രക്തത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പദ്ധതി, പിതാവാം ദൈവത്തിന്റെ ആലോചന, പുത്രനാം ദൈവത്തിന്റെ പ്രവൃത്തി, പരിശുദ്ധമാവൻ ദൈവത്തിന്റെ ആ നിയന്ത്രണം ദിവസങ്ങളിൽ പൂർത്തീകരിച്ച് അതിന്റെ പദ്ധതിയിലേക്ക് എത്തുന്നതിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ദൂതിന് വിടാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.